என்னையா வலத்தோட்டு நீங்கி நிக்கடா. சரிங்க ஐயா. என்ன ஒன்றும் செய்யாதுங்க. உங்க 300 மாட்டை ஊசி போட்டு கொண்டு தான் தாயா. ஆனா அந்த சாமியார் சொல்லிட்டு தான் நான் செஞ்சது. மன்னிச்சிடுங்க. பெல்லாரி ராஜா. ബെല്ലാരി രാജ അല്ലടി, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലുകളൂരാൻ വന്ന രാജ. എന്തൊരു ഡേയ്. ആദ്യം അടി, അതിനപ്പുറം പ്യാച്ചി. நான் செஞ்சது தப்பு. இனிமே நான் ஒண்ணு செய்ய மாட்டேன். മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാർ. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിയിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്നോട് മുടാഞ്ചാലുണ്ടല്ലോ പൈലാറ്റി നൂത്തളം കണ്ട. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്സ് ആണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടിയും പടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ മേടിച്ചോണ്ടിരുന്ന സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവരെ ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ മരണശേഷം അയാൾ ജീവിച്ചിരിക്കുമ്പോ ഉണ്ടാക്കിയതൊക്കെ നോക്കി നടത്താൻ വേറെ ആളെ ഏൽപ്പിക്കുക. 25 വർഷം എന്നൊക്കെ പറഞ്ഞ അതും അത്രയും സ്ഥാപനങ്ങളും മറ്റും ഇവിടുത്തെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. അത് ശരി തന്നെ. പക്ഷെ മരിച്ചതിന് ശേഷം വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, അതും ആ മനുഷ്യൻ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വേണം, പോവാതെ പറ്റൂല. എന്നൊക്കെ ഈ മല കയറി വന്നിട്ടുണ്ടാ അന്നൊക്കെ ആദ്യം വിളിച്ചിട്ടുണ്ട്, പോയില്ല. പക്ഷെ ലാസ്റ്റത്തെ വരവ് ഇങ്ങനത്തെ ഒരു വരവായിരിക്കും എന്ന് അറിഞ്ഞുകൂടായിരുന്നു. മാണിക്യം, ഇതെന്താ ഈ നേരത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ? ഇത് എവിടെ നിന്ന്? പണ്ടൊരു പാതിരാത്രിയിൽ എന്റെ മണിയറ വാതില് കൊട്ടാൻ നീ കയറി വന്നത് എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടാണോടാ?
മറ്റൊരു പാതിരാത്രിക്ക് ആ നാട് വിട്ട് ഓടിപ്പോയതും എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടല്ല. അതും കാഴ്ച നഷ്ടപ്പെട്ട ഇടം കണ്ണും പൊത്തിപ്പിടിച്ച്. ഇതിപ്പോ എന്തരന് എന്റെ പഴങ്കഥയും ചുരുട്ടിക്കൊണ്ട് ഇഞ്ഞാട്ട്? പഴയ കഥകൾ മാത്രമല്ലടാ, പുതിയ കഥകൾ കൊണ്ട് പറയാൻ വാ. രാജരത്നം പിള്ള പണം കൊണ്ട് സമ്പന്നനാ, മനസമാധാനം കൊണ്ട് ദരിദ്രനും. മടുത്തു, ഇനി വയ്യ. എത്ര വാരിക്കോരി കൊടുത്തിട്ടും ആർത്തി തീരാത്ത 2 മക്കള്. അവകാശ തർക്കത്തിന്റെ പേരില് അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ തോക്കെടുത്തടാ. ഇവരിങ്ങനെ തമ്മിത്തല്ലി തല കീറിയ ഞാൻ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതെല്ലാം അന്യാധീനപ്പെട്ടു പോവും, അതുറപ്പാ. എന്റെ ചോരയല്ലെങ്കിലും നീയേ എനിക്ക് മകനായിട്ടുള്ളൂ. ഏതു ദൂരത്താണേലും ആ സ്നേഹം, ഈ മനസ്സ് നിറയെ നീ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം ചോരയിലുണ്ടായ മക്കളിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. അവരെ അത് പഠിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയി. നിനക്കതിന് കഴിയും. നിന്നെ കണ്ടെങ്കിലും അവരത് പഠിക്കണം. ഈ കണ്ണടയും മുമ്പ് അവര് 2 പേരും കൂടപ്പിറപ്പുകളായി സ്നേഹിച്ച് കഴിയുന്നത് കാണാൻ വലിയ ആഗ്രഹമുണ്ടടാ അച്ഛന്. ഉള്ളിലെ കരുത്ത് ചോർന്നു പോയതുകൊണ്ടല്ല. എന്നാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ നീ കൂടെ വേണമെന്നൊരു തോന്നല്. ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു പേടി. അതിനു മുമ്പ് തന്നെ ഇതങ്ങനെ തീർന്നു പോവോന്ന്. ഇപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട കാര്യം എന്തര്? അപ്പ നിരൂപിച്ച് നടക്കാത്ത കാര്യമുണ്ടാ? ഇനിയിപ്പൊ അങ്ങനെ എന്തരേലും ഒരു ആവശ്യം വന്ന് നീ വെയ്. ഞാനല്ലേ എവിടേക്കണത്? ഇന്നിവിടെ എന്റെ കൂടെ താമസിക്കണ പോണ? ഇന്ന് നിന്റെ കൂടെ തന്നെ. പോയി പിടിച്ചിറക്കിക്കൊണ്ട് വേണാ തള്ളേ. എന്താ ഇത്? എന്തിനാ ഇവരൊക്കെ വന്നത്? കണ്ട പോത്ത് കച്ചവടക്കാരൊക്കെ കയറി വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ചില അഴിച്ചുപണികളൊക്കെ ആവാന്ന് വെച്ചു. ഇതെന്റെ അച്ഛൻ മുതലാളി ഇരുന്ന കസേരയാ. ഇന്നു മുതൽ ഇതിൽ ഈ മകൻ മുതലാളി ഇരിക്കും. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്. പറഞ്ഞത് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് അവരെ തൊടാനുള്ള അവകാശമില്ല. എന്റെ അച്ഛന്റെ മണവാട്ടിയായി കയറി വന്ന അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഈ നിമിഷം. അപ്പൊ പ്രതീക്ഷിച്ച പോലെ തന്നെ കൊച്ചു മുതലാണ് ശുദ്ധികലശം തുടങ്ങിയല്ലേ? അമ്മ പുറത്തേക്ക് ഇറങ്ങിയതോ അതോ ഇറക്കി വിട്ടതോ? രണ്ടായാലും അമ്മയുടെ ഇഷ്ടം. പക്ഷെ ഈ മകൾക്ക് ഇഷ്ടം ഇന്നു മുതൽ ഇവിടെ താമസിക്കാനാ. കർപ്പൂരം കത്തിച്ച് കോടി പുതച്ച് ഈ ഉമ്മറത്ത് മലന്ന് കിടക്കാനാണ് മഹാറാണിക്ക് ഇങ്ങോട്ട് കയറാം. കർപ്പൂരം കോടിമുണ്ടും ഇവക്ക് മാത്രമല്ല, നിനക്ക് നന്നായി ചെയ്തു. നോക്കി നിൽക്കാതെ അടിച്ച് ഓടിക്കണം എല്ലാത്തിനും. കണ്ണന്തിരികളെ കാണിക്കാടെ. തള്ളകളും പിള്ളകളും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്ന് വെച്ച് തള്ളയെ പിടിച്ച് തള്ളണോടെ. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. ബോസിക്ക് ഫിലോസഫി. ഒരു മുട കണ്ടാൽ അടി കണ്ടാൽ ഇടപെടും. അയ്യോ കാര്യങ്ങൾ പറയുമ്പോ കൊട്ടിക്കളിച്ചാലോ. ദാസ